സൺഷൈൻ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. ദിവസം ചിലപ്പോൾ ഒരു 10 മിനിറ്റ് സൂര്യപ്രകാശം കൊടുത്താൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഈ വൈറ്റമിൻ ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്ന് വരാം. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, ഫോണുകൾ വന്നു, ഇതെല്ലാം വന്ന് മനുഷ്യനെ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കിയപ്പം നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ടാവുകയും ഇത് റിക്കറ്റ്സ് എന്നറിയപ്പെടുന്ന കാലൊക്കെ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന കാലിൻ്റെ അസ്ഥി അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടിട്ട് വളഞ്ഞു പോകുന്ന ഒരാരോഗ്യ പ്രശ്നം ഇവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ റിക്കറ്റ്സിനെ പിന്നീട് ശാസ്ത്രം മനസ്സിലാക്കി കോഡ് ലിവർ ഓയിൽ കഴിച്ചും സൺലൈറ്റ് കൊണ്ടിട്ടും ഈ റിക്കറ്റ്സ് ചികിത്സിച്ച് ഭേദമാക്കാമെന്ന്. ആധുനിക കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ റിക്കറ്റ്സ് ഉള്ള കുട്ടികൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നൊരു വൈറ്റമിനാണ് ഈ വൈറ്റമിൻ ഡി എന്നുള്ളത്. അപ്പോൾ എന്താവും? ഇത് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും പല്ലിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും ആവശ്യമാണ് ഈ കാൽസ്യം എന്നുള്ളത്. ഈ കാൽസ്യം ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എല്ലും പൊട്ടിപ്പോകും, പല്ലും പൊട്ടിപ്പോകും. കുട്ടികളിൽ ഇത് റിക്കറ്റ്സ് ഉണ്ടാക്കുമെങ്കിൽ മുതിർന്നവർ ഇതിൽ ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കും. പിന്നെ തേയ്മാനം എന്നൊക്കെ നമ്മൾ വിശേഷിക്കുന്ന ഓസ്റ്റിയോ പറോസിസിനും ഇത് കാരണമാകും. തീർച്ചയായിട്ടും സൂര്യപ്രകാശം നല്ല ഉള്ളിൽ തന്നെ ചടിഞ്ഞു കൂടിയിരിക്കുന്നവർ, എപ്പോഴും സൂര്യപ്രകാശത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി സൺസ്ക്രീനും സൺഗ്ലാസും തന്നെ ധരിച്ച് നടക്കുന്നവർ, പിന്നെ തണുത്ത പ്രദേശങ്ങൾ, അവിടെ നിന്ന് സൂര്യപ്രകാശം അധികം കിട്ടാത്ത പ്രദേശങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ കുറവുണ്ടാവുക. അപ്പോൾ സൂര്യപ്രകാശത്തിന് പുറമെ വേറെ എവിടുന്നാണ് ഇത് ഈ വൈറ്റമിൻ ഡി കിട്ടുക? ചാള പോലത്തെ മത്സ്യങ്ങൾ, അയില, മത്തി, കോഡ് ലിവർ ഓയിൽ. പിന്നെ പല രാജ്യങ്ങളിലും ഇതിൻ്റെ വൈറ്റമിൻ ഡിൻ്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? പാലിൽ ഇത് ഫോർട്ടിഫൈ ചെയ്തിട്ട് വൈറ്റമിൻ ഡി ഫോർട്ടിഫൈ ചെയ്ത് കഴിക്കുന്നൊരു ഹാബിറ്റ് ഉണ്ട്. ഇനി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കൂടിപ്പോയാൽ എന്താ പ്രശ്നം? തലവേദന, വെയിറ്റ് കുറഞ്ഞു പോകുന്ന സാഹചര്യം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇറിറ്റബിലിറ്റി ഫീൽ ചെയ്യുക, പിന്നെ ശക്തമായിട്ടുള്ളൊരു കേസിൽ കിഡ്നി ഡാമേജും ഉണ്ടാക്കാം. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഇങ്ങനെ സൺലൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ ഇത് ഉപയോഗിക്കേണ്ട. ഇടയ്ക്കിടയ്ക്കൊക്കെ ശരീരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? സൂര്യപ്രകാശം കിട്ടുകയും വേണം. അപ്പോൾ ഒരു ആരോഗ്യപ്രദമായി നിൽത്താൻ വേണ്ടി ഇടയ്ക്ക് കുറച്ചൊന്ന് സൺലൈറ്റ് കൊള്ളുക. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക.